ഒരു ഗായിക എന്ന നിലയിൽ അറിയപ്പെടുവാനാണ് ആഗ്രഹമെങ്കിലും പല മേഖലകളിലും പ്രതിഭ തെളിയിച്ച കലാകാരിയും ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥിയുമായിരുന്നു ലക്ഷ്മി ജയൻ. വയലിനിസ്റ്റ്, റിയാലിറ്റി ഷോ താരം, ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി എന്നിങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ താരം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പ്രശസ്ത സംഗീത റിയാലിറ്റി ഷോയായ ഇന്ത്യൻ ഐഡലിലൂടെ പാൻ ഇന്ത്യയെ ശ്രദ്ധയും നേടിയിരുന്നു ലക്ഷ്മി. ഇന്ത്യൻ ഐഡലിൻ്റെ 2018 നടന്ന 10ാം സീസണിലാണ് ലക്ഷ്മി മത്സരിച്ചത്. പാടിയ പല വേദികളിലും വയലിൻ വായിച്ചും അവർ കയ്യടി നേടിയിട്ടുണ്ട്. വയലിനൊപ്പം ഗിറ്റാറും മൃദംഗവും കൈകാര്യം ചെയ്യും ലക്ഷ്മി. എന്നാൽ ഗായിക എന്ന നിലയിൽ വലിയ പ്രേക്ഷക കൗതുകം നേടിയെടുത്തത് ഒരേ ഗാനം ആൺപെൺ ശബ്ദങ്ങളിൽ ആലപിക്കാനുള്ള ലക്ഷ്മിയുടെ കഴിവാണ്. ടെലിവിഷൻ അവതരണത്തിനൊപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അഭിനേതാവ് എന്നീ നിലകളിലും ലക്ഷ്മി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ബെസ്റ്റ് FM 95-ൽ അവതാരകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ ലക്ഷ്മി തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷനിൽ നിന്ന് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട്. ഒരു മകനുള്ള ലക്ഷ്മി സിംഗിൾ പാരൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. വിവാഹ ജീവിതം തകർന്നതിനെക്കുറിച്ചെല്ലാം ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വീണ്ടും ഒരു വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ ഭയമുണ്ടെന്നാണ് ലക്ഷ്മി അന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് നാളുകൾക്ക് ശേഷം പറയാം നേടാം ഷോയിൽ അതിഥിയായി വന്ന് ഗായകൻ MG ശ്രീകുമാറുമായി സംസാരിക്കവേ ഇനിയൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു. മകനുള്ളതുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് മടിച്ചു നിൽക്കുന്നതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. അന്ന് താരം പറഞ്ഞ കാര്യങ്ങളിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയൊരു വിവാഹം വേണ്ടേയെന്ന് MG ചോദിച്ചപ്പോഴാണ് ലക്ഷ്മി മറുപടി നൽകിയത്. ഇനിയൊരു വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷേ കുട്ടിയുള്ളതുകൊണ്ട് അവനെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം എന്നതാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൂട്ട് എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആയിട്ട് മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് മകന് അത്ര യോജിപ്പില്ല. അമ്മ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ അവൻ പറയും. ഞാൻ വിവാഹം കഴിക്കില്ല, പക്ഷേ നീയും കഴിക്കരുത് എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്. 2012-ൽ കുവൈറ്റ് ഷോ ചെയ്തിരുന്നു. അന്ന് വന്ന പ്രപ്പോസലാണ് വിവാഹത്തിലേക്ക് പോയത്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അവിടെ ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വീട്ടുകാർ ആലോചിച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നു. വിവാഹശേഷം കുവൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ല. അധികകാലമൊന്നും ഒന്നിച്ച് താമസിച്ചിട്ടുമില്ല. 2013-ൽ വിവാഹം നടന്നു. ഒരു 2017 ഒക്കെ ആയപ്പോഴേക്കും പിരിഞ്ഞു. ഡിവോഴ്സായ സമയം ഞാൻ ചിന്തിച്ചിരുന്നത് അയാളുടെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും എന്നാണ്. എന്നാൽ അദ്ദേഹം എൻ്റെ ലൈഫിലോട്ട് വന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാനും ചിന്തിക്കാനും ഇപ്പോൾ പഠിച്ചു. മോശമായി ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ പോലും അതിലെ നല്ലതിനെ കാണാൻ പഠിച്ചു. അങ്ങനെ ഈശ്വരനെ അടുത്തറിയാനും പഠിച്ചു എന്നും ലക്ഷ്മി പറയുന്നു.